ചേട്ടാ ഇങ്ങോട്ട് വന്നേ. കാര്യം പറയടി. ചേട്ടാ എന്തുവാ അത് നോക്ക്. കൊറേ നേരമായിട്ട് അവിടെ വന്നിരിക്കുക, എന്നിട്ട് ചിരിക്കാൻ കരയൊക്കെ ചെയ്യുന്നു. എന്തുവായിരിക്കും കാര്യം? ഞാൻ പോയി നോക്കാം, നീ ഇങ്ങോട്ടില്ലേ? എന്റെ ചേട്ടാ എനിക്കും കൂടെ കാര്യം അറിയണം ചേട്ടാ. നീ പറയണ്ട, ചെല്ലു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം. അത്ര കാര്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഓടോടോടോടോടോ പറയണേ. ഓ ഓ ഓ ഓ. പ്രിയപ്പെട്ട എൻ്റെ സ്നേഹത്തിന്, ഇന്നലെ നിന്റെ കൂടെ നടക്കാൻ വന്നപ്പോൾ ഞാൻ കരുതിയില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരിക്കും എന്നത്. എങ്ങനെയാണ് നിനക്കിങ്ങനെ മിണ്ടാൻ പറ്റുന്നത്? മിണ്ടി മിണ്ടി എൻ്റെ ഹൃദയത്തെ പ്രണയം കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവനെ, നിന്റെ നോട്ടം എൻ്റെ നെഞ്ചു കീറി പൊളിക്കുന്നു. നിന്റെ സംസാരം കേൾക്കാൻ എന്ത് മധുരമാണെന്നറിയുമോ? നിന്റെ ചലനങ്ങൾ പോലും മനോഹരമാണ്. നിന്റെ ശബ്ദം എന്നിൽ അലയടിക്കുന്നു. ചേച്ചി എന്തുപറ്റി? നിന്റെ അളിയനുണ്ടല്ലോ, ഓ അയാള് മനുഷ്യനല്ലടാ. അയാളെ മാനത്തുനിന്ന് പൊട്ടി വീണ ഗന്ധർവനാണ്, ഗന്ധർവൻ. ചേച്ചി പറഞ്ഞൊന്നും എനിക്ക് കൊണ്ട് ക്ലിയർ ആയില്ല, ഒന്ന് തെളിച്ചു പറയാവോ? ഇതൊക്കെ എന്താന്നറിയോ? എന്താ? അവന് കിട്ടിയ പ്രേമലേഖനങ്ങളാ. പറയോ? ഒരാളുടെ അടുത്തുനിന്നാ? അല്ല, പല പല ആൾക്കാരുടെ അടുത്തതാ. ഇവനിത് കുഴിപ്പണത്ത് പോയി എടുത്തോണ്ട് വന്നത് എന്തിനാന്നറിയോ? എന്തിനാ? അവനിതൊക്കെ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട്. ചേച്ചി ഓർമ്മകൾ നല്ലതല്ലേ? ആർക്കും ഉപദ്രവമില്ലാത്ത ഓർമ്മകൾ വെച്ചോണ്ടിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്റെ മാത്രം നിനക്ക് മഴ നിർത്താതെ പെയ്യുകയായിരുന്നു. ഇവിടുത്തെ ഇറയത്തു നിന്ന് ഓരോരോ മഴത്തുള്ളിയും എൻ്റെ കൈകളിലേക്ക് ഇറ്റിറ്റ് വീഴുമ്പോൾ നീ ആദ്യമായി എന്നെ തൊട്ട നിമിഷം എനിക്ക് ഓർമ്മ വരുന്നു. അതുപോലെ ഒരു നിമിഷം ഇനി എന്ന് എന്നിൽ പൂക്കും. ആ പൂക്കാലത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് സ്വന്തം മഴ. അതെന്തൊരു തേങ്ങയാണ്? വിഷയം മഴയല്ലേ? അപ്പൊ പെണ്ണിന്റെ പേര് മഴയെന്നായിരിക്കും. ചേച്ചി എന്തിനാ ചേച്ചി പറയണേ? അങ്ങനെ എന്റെ പേരൊന്നൊന്നുമില്ല. മഴ, വെയില്, ഇല, ശബ്ദം, വേനൽ, കാറ്റത്തൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത്. ആണോ? എടാ സിദ്ധൂര്, ഞാൻ എന്തോ ഒരു ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടടാ. എന്നിട്ട് ഒരെണ്ണം പോലെ എനിക്ക് ഇങ്ങോട്ട് അതില്ല. ചേച്ചി അളിയൊരു റൊമാൻറ്റിക് കില്ലാടി തന്നെ കേട്ടാ. ഐ മീൻ ചില പേരൊക്കെ എല്ലാവർക്കും ഓരോന്നോരോന്ന് ഇട്ടേക്കുന്നോണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവൻ ഇത്രയും കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാത്ത വേറെ എന്തോരം കത്തുകൾ ഉണ്ടാവും. അൺലിമിറ്റഡ് കൊറേ കാണും. ഇതിനെക്കാളിയെ മറുപടി എഴുതി കാണൂല്ലേ? എനിക്ക് വയ്യ. എന്നാലും ഇത്രയും കാമുകിമാരുണ്ടായിരുന്ന ഒരുത്തനെയാണോ ദൈവമേ നീ എന്റെ തലയിൽ കെട്ടി വെച്ചത്? ഇപ്പൊ കാമുകിമാരുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടത് ആർക്കറിയാം? ചേച്ചി ഡൗട്ട്. ചേച്ചി ഇത്രയൊക്കെ കത്ത് ഇങ്ങോട്ട് മേടിക്കുകയും തിരിച്ചെഴുതിയൊക്കെ ചെയ്തോണ്ടിരുന്ന അളിയനെ പഠിക്കാൻ സമയം കിട്ടി കാണൂ. ചോദിക്കാലോ, മനുഷ്യനല്ലേ?
ചേച്ചി അളിയന് റൊമാൻറ്റിക് കില്ലടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ചേച്ചി, ഇതിനകത്ത് നമ്മുടെ അനാർക്കലി ടീച്ചറിന്റെ വല്ല കത്തുണ്ട്? അങ്ങനെ അനാർക്കലി ടീച്ചറിന്റെ കത്താണെന്ന് ഇതിന്ന് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കാനാ? പേരൊന്നും ഇല്ലല്ലോ. ഓ, ചെല്ലപ്പേരാണല്ലോ. ഇല്ല ഇല്ല, ഈ അനാർക്കലിയ അനാർ 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 എന്റെ മാതളമി അനാറില്ല കലി കല്ല് ഡയറക്റ്റ് പേരറിഞ്ഞായിരുന്നു നീ കൊള്ളായിരുന്നു. തപ്പി കണ്ടുപിടിക്കായിരുന്നു. തപ്പി കണ്ടുപിടിച്ചിട്ട് എന്തിനാ? എല്ലാത്തിനും കൂടെ കെട്ടിച്ചു കൊടുക്കാനാ? എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. കാണിച്ചു കൊടുക്കാൻ ഞാൻ.